അസിത, മറ്റൊരു കാര്യം, അതായത് ഇന്ന് നമ്മൾ കണ്ടൊരു ചിത്രം അപാരമായ ആത്മവിശ്വാസത്തോടെയായിരുന്നു വിഡിയുടെ ഓരോ മുന്നേറ്റവും. അതായത് നമുക്കറിയാം KC വേണുഗോപാലുമായിട്ട് നല്ലൊരു യുദ്ധം നടത്തി തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ അവരോധനായത്. അപ്പം പക്ഷേ KC വേണുഗോപാലിൻ്റെ മുന്നിലേക്കൊക്കെ അദ്ദേഹം കയറി ചെല്ലുന്നത് ഒരു ഇരുത്തം വന്ന അനുഭവസമ്പന്നനായ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ വളരെ ചിരിച്ച് ആസ്വദിച്ച് ഒരു 15 മിനിറ്റ് കിട്ടിയാൽ ഏത് പ്രശ്നവും ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ എല്ലായിടവും ഓടിയെത്തുന്നു. വളരെ സജീവ സാന്നിധ്യമായിരുന്നു ഇന്നും ഇന്നലെയും VD സതീശൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു കാര്യക്ഷമത നിലനിർത്താൻ കഴിഞ്ഞാൽ നല്ലൊരു ഭരണം കേരളത്തിൽ ലഭിക്കുമെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. തീർച്ചയായും എസ്കൻ. പക്ഷേ അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, VD സതീശനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പുതുമയില്ല, നമ്മളിതിൽ പുതുമ കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായാലും ശരി, ഇപ്പോൾ തന്നെ നോക്കൂ, KC വേണുഗോപാലിന് പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. ഇവരുള്ളിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്നലെ കൂടിക്കാഴ്ച കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയും VD സതീശനും പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ശരീരഭാഷയിലടക്കം അതൃപ്തി പ്രകടവുമായിരുന്നു. പക്ഷെ അപ്പോഴും VD സതീശൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഐക്യമാണ്, ടീം UDF ആണ്. അപ്പോൾ അത് എല്ലാ കാലവും പറയുന്ന നേതാവാണ് VD സതീശൻ. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രകടമായി നമ്മുടെ മുന്നിലുള്ളപ്പോൾ പോലും ഒരു പ്രശ്നവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് എല്ലാ കാലവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് RC പിണക്കി KC പിണക്കൊക്കെയാണ് ഈ പദവിയിലേക്ക് വന്നത് എന്നൊരു സാഹചര്യത്തിൽ കൂടി അവരെ കൂടുതൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നൊരു തന്ത്രം സ്വാഭാവികമായും VD സതീശനിൽ നിന്ന് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. SK ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ആദ്യം പറഞ്ഞ പേര് KC വേണുഗോപാലിൻ്റെതാണ്, പിന്നീട് രമേശ് ചെന്നിത്തലയുടേതുമാണ്. അപ്പോൾ ആ ഒരു പാഠവമായിരിക്കണം ഇവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി VD സതീശനാണ് എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും എങ്ങനെ അനുനയിപ്പിക്കണം എന്നുള്ള തീരുമാനവും ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമെങ്കിൽ ആഭ്യന്തരം അദ്ദേഹം ചോദിക്കുന്ന പദവി തന്നെ കൊടുക്കൂ എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ കൂടി തീരുമാനമാകണമല്ലോ. അപ്പോൾ ആ ഉറപ്പ് സ്വാഭാവികമായും VD സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെ ഇനി എങ്ങനെ പരിഗണിക്കണം എന്നതും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതും സ്വാഭാവികമായും VD സതീശനിലേക്ക് കമ്മ്യൂണിക്കേഷനായി വന്നിട്ടുണ്ടാകണം. അപ്പോൾ അതുകൂടി ആയിരിക്കണം അത് അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം നൽകുന്ന ഫാക്ടർ. മറ്റൊന്ന് എസ്കൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയൻ അടക്കം മുൻ മുഖ്യമന്ത്രി കൂടിയാണ്, ഏറ്റവും കൂടുതൽ തവണ ഏറ്റുമുട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. സഭയ്ക്ക് പുറത്തും VD സതീശൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തെ നേരിൽ പോയി കാണുന്നു, സൗഹൃദം ഉണ്ടാകുന്നു, കൈകൊടുത്ത് സ്വീകരിക്കുന്നു, അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സന്തോഷപൂർവ്വം സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല മാതൃകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യവുമല്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് SK അല്പം മുമ്പ് സൂചിപ്പിച്ചതിൽ അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് SK ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്ന സമയത്ത് VD സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം KC ക്യാമ്പിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ RC ക്യാമ്പിൽ നിന്നായിരിക്കണം, ഏതായാലും UDFിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ വ്യക്തി എന്നുള്ള നിലയിലാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആ സർക്കാരിന്റെ കാലത്തെ പല തീരുമാനങ്ങളെയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിശിതമായി വിമർശിക്കുകയും ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നും ഈ തീരുമാനങ്ങളൊക്കെ ശരിയല്ല എന്ന് പറയുകയും ചെയ്ത ആളാണ് VD സതീശൻ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ മുൻപ് അവിടെ ഉണ്ടായിരുന്നു. ഇനി രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ഇതേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ സമാന്തരമായി പല വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും അപ്പോൾ ആ നിലയിൽ രണ്ടുപേർ എന്ന ആദ്യം ഒരാൾ വാർത്താ സമ്മേളനം നടത്തുന്നു, പിന്നീട് ഒരാൾ വാർത്താ സമ്മേളനം നടത്തുന്നു, അങ്ങനെ കാര്യങ്ങൾ പോയിട്ടുള്ള സാഹചര്യവും ഉണ്ട് കേരളത്തിൽ. അപ്പോഴാണ് ഇപ്പോൾ SK മുൻപ് പറഞ്ഞതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് ശേഷം ഹൈക്കമാൻഡിന്റെ ഒക്കെ അനുനയം അത് ഏതൊക്കെയോ നിലയിൽ വഴങ്ങി മാത്രം ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ഈ നീറ്റ് പ്ലേ കൊണ്ട് മാത്രം അർഹമായ അവസരങ്ങൾ തേടിയെത്തില്ല എന്ന ഉത്തമ ബോധ്യം സമകാലിക രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പോയകാല ചരിത്രം അതാണ്. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇവിടെ ഇപ്പോൾ ഇനി ആഭ്യന്തരം ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം അദ്ദേഹം എടുക്കുകയും അവിടേക്ക് തന്നെ അദ്ദേഹം കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.